ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? നമുക്കൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ചിക്കൻ ഡോണട്ട്സ്. കുറഞ്ഞ ക്വാണ്ടിറ്റി മതി ചിക്കൻ, കൂടുതലും ബ്രെഡാണ് വേണ്ടത്. എന്നാൽ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന സ്നാക്കും കൂടിയാണ്. അതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കണം കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അത് ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ട്. ഇത് ചെസ്റ്റ് പീസാണ്. ഇഷ്ടമുള്ള പീസ് എടുക്കാം, പക്ഷേ ബോൺലെസ് ആക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഓട്ടപാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് കുറച്ച് സമയം വെച്ചിട്ട് നന്നായിട്ട് വെള്ളം വാർത്തിയെടുക്കണം കേട്ടോ. തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഒരു ഓട്ടപാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഞാനിവിടെ ഫുഡ് പ്രോസസ്സറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടിയ കുറച്ച് ബ്രെഡാണ് കേട്ടോ. ഞാനിവിടെ വലിയ സൈസുള്ള 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയ സൈസല്ലേ ബ്രെഡ് നമ്മൾ വാങ്ങിക്കുന്നത്. അതൊരു 10 പീസൊക്കെ വേണ്ടി വരും കേട്ടോ. 10-12 പീസൊക്കെ വേണ്ടി വരും. ഇത് വലിയതായതുകൊണ്ട് ഞാനൊരു 6 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ആദ്യം ഞാൻ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും ചെയ്യേണ്ട, വർക്കൊന്നും ചെയ്യേണ്ട, വർക്കാണ്ട് എടുക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് ഞാനിവിടെ പൊടിച്ചെടുത്തത്. അപ്പോൾ 2 പ്രാവശ്യം പൊടിച്ചിട്ട് ഇതാ വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഇതാ അടുത്തത് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആ ബോൺലെസ് ആക്കി വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുള്ള ചിക്കനാണിത്. അതും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഈ ഒരു ചോപ്പറിലാണ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഫുഡ് പ്രോസസ്സറിലോ അല്ലെങ്കിൽ മിക്സിയിലോ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചെറിയതായതുകൊണ്ട് കഴുകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതെടുത്തത്. അതാകുമ്പോൾ നമുക്ക് ഒന്നിച്ചിടാനും പറ്റില്ല. നമുക്ക് ഇങ്ങനെ 2-3 പ്രാവശ്യം ആക്കിയിട്ട് എന്താ പറയുക, ചിക്കൻ വേറെ ബ്രെഡ് വേറെ ഒക്കെ ആക്കി എടുക്കണം. നിങ്ങൾ മിക്സിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നിച്ചങ്ങ് അരച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ അരച്ച ചിക്കന് ഈ ഒരു ബ്രെഡിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ ബാച്ചും ഇതേപോലെ തന്നെ അരച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ചിക്കനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഇതിലേക്ക് വേണ്ടി കുറച്ച് മസാലകൾ വേണം കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ സൈസുള്ള ഉള്ളി ഇവിടെ ഒന്ന് റഫായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിയണമെന്നൊന്നുമില്ല, അങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ വലിയ സൈസുള്ള ഒന്നാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ചെറിയ സൈസിലുള്ള ഉള്ളിയാണുള്ളതെന്ന് വെച്ചാൽ 2 എടുത്തോ. ഇതിപ്പോൾ വലുതായതുകൊണ്ട് ഒറ്റൊന്നാണ് എടുത്തത്. പിന്നെ വേണ്ടി കുറച്ച് മല്ലിച്ചപ്പാണ്. അത് കുറച്ച് അധികം എടുത്തോ, നല്ലൊരു ഫ്ലേവറാണ് വരിക. ഞാനിവിടെ ഒരു അരക്കപ്പോളം മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കട്ടിയുള്ള തണ്ടൊക്കെ മാറ്റിയിട്ടുണ്ട്, ഇലകൾ മാത്രമായിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ വേണ്ടത് ഇത് ഉണക്കമുളക് ചതച്ചതാണ്. അതൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ജീരകപ്പൊടി. പിന്നെ ഗാർലിക് പൗഡറാണ് 1/2 ടീസ്പൂൺ എടുത്തത്. ഇത് നിങ്ങൾക്ക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഗാർലിക്കിൻ്റെ അല്ലി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 2-3 അല്ലി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടി ചിക്കൻ ക്യൂബാണ്, ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. പിന്നെ അതൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമ്മൾ ആ ഒരു ചിക്കൻ്റെ ഇതിലേക്ക് എല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ബാക്കി സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് അരക്കാണ്ട് ചേർക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഉപ്പാണ്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡിലും ഉപ്പുണ്ടാവുമല്ലോ. അപ്പോൾ നോക്കിയിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉപ്പിലുണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സോയാ സോസാണ്. ഞാനിവിടെ കട്ടിയുള്ള സോയാ സോസാണ്. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് വെച്ചെടുത്തേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നേരിയ സോയാ സോസ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇത് ഒറിഗാനോ ആണ്, ഒരു 1/4 ടീസ്പൂൺ. നമ്മൾ പിസ്സയിലൊക്കെ ഇടുന്ന ഒറിഗാനോ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ റോസ്മേരി, അത് നമ്മൾ പിസ്സയിലൊക്കെ ഇടുന്നതാണ്, അതും ഒരു 1/4 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചതിന് ശേഷം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ റെഡിയാണോ എന്നുള്ളത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഉപ്പ് ചേർക്കാവൂ. പിന്നെ നിങ്ങൾ മാഗി ക്യൂബ് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് വേണ്ട, തീരെ ഒഴിവാക്കാമെന്ന് തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് പകരം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പാകത്തിലാണ് വേണ്ടി കേട്ടോ. നന്നായിട്ട് ബ്രെഡ് കൂടുതൽ വേണം, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പാകമാവാൻ പാടില്ല. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് ലേശം കുറവുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പാകം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അത്രയും നല്ല കട്ടിയായിട്ട് തന്നെ ഒട്ടാത്ത പാകത്തിലാണ് ഈ ഒരു മാവുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ പറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിന് വേണം അതിനനുസരിച്ച് എടുക്കട്ടോ. അപ്പോൾ ഞാനൊരു അത്യാവശ്യം വലുതാണ് ഉണ്ടാക്കുന്നത്, തീരെ ചെറുതല്ല. നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു ഉരുളൻ്റെ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിനെക്കാട്ടും ചെറുതും ആക്കട്ടോ. ഞാൻ പിന്നെ വേഗം പണി കഴിയാൻ വേണ്ടിയിട്ടൊന്ന് വലുതാക്കിയെന്നേ ഉള്ളൂ. എന്നിട്ട് ഇതിനൊന്ന് പരത്തിയതിന് ശേഷം സെൻറ്ററിൽ ഹോൾസ് ഇട്ടിട്ട് ഇതിനൊന്ന് ഡോണറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക. ഇപ്പോൾ ഈ ഒരു ഡോണറ്റിൻ്റെ ഷേപ്പിലേക്ക് നടുവിൽ വിരലുകൊണ്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കട്ടെ. എവിടെയും ക്രാക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് കൈ വെച്ചിട്ട് ക്രാക്കൊക്കെ ഉണ്ടെങ്കിലൊക്കെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അത് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം സൈസുള്ള ഒരു ഡോണറ്റ് തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു ട്രേയിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രീസ് ചെയ്യാനുള്ളതാണ്.
അപ്പോൾ അതേപോലെ കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ഒരു ട്രയലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകണേ ഉള്ളൂ. ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ആയാൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ അത് രണ്ടാമത്തെ ട്രേയും ഇവിടെ ഫുള്ളാക്കിയിട്ടുണ്ട്. ഈ ഒരു 1/2 കിലോ ചിക്കൻ വെച്ചിട്ട് പിന്നെ ഞാനിവിടെ 30 എണ്ണമാണ് എനിക്ക് ഈ ഒരു ഡോണറ്റ് കിട്ടിയ കേട്ടോ. അത് വെച്ചാൽ എൻ്റെ കണക്കാണ്, നിങ്ങൾ ഉണ്ടാക്കുന്ന സൈസും എടുക്കുന്ന ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ എണ്ണത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. എനിക്കിവിടെ 30 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ട്രയൽ ഉണ്ടാക്കിയ ഡോണട്ടും നമ്മൾ ഫ്രീസറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 മണിക്കൂറാണ് ഫ്രീസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരുപാട് നേരം വെക്കാനുള്ള സമയമില്ല. 1/2 മണിക്കൂർ ഞാനൊന്ന് ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് മൈദപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ കൊടുക്കാം കേട്ടോ. കോൺഫ്ലവർ എടുത്താലും മതി. അതിലേക്ക് ഇതൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത്രയൊന്നും വേണ്ട, 1/4 കപ്പ് മതി. നമുക്കൊന്ന് കവർ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് മതി, അതന്നെ ബാക്കിയായിരിക്കും. ഇനിയിപ്പോൾ വേണ്ട ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് തന്നെയാണ് എടുത്തത്. അപ്പം നിങ്ങളടുത്ത് ഏത് ബ്രെഡ് ക്രംസ് ആണോ ഉള്ളത് അതെടുത്താൽ മതി. ഇനിയിപ്പോൾ അത് 1/2 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡോണട്ടാണിത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഒന്ന് ചെറുതായിട്ടൊന്ന് ഹാർഡായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആക്കണ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ മുട്ടയിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മളിത് പൊടിയിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഒന്നെങ്കിൽ മൈദപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോർ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കുക. ആ ഒരു കോട്ടിങ് കൈമേൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് പൊടിയിലൊന്ന് നന്നായിട്ട് ഇതാക്കിയതിന് ശേഷം എക്സസ് ഉള്ളത് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മുട്ടിയെടുക്കണം കേട്ടോ. തീരെ അതിൽ പൊടി ആവശ്യമില്ല, അങ്ങനെ ആയാൽ മതി. നേരെ ഒരു കോട്ടിങ്ങേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇത് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ബ്രെഡ് ക്രംസിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ആ ഒരു റൊട്ടിയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ഞാനിവിടെ ഈ ഉണ്ടാക്കുന്ന ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത് ആ ഒരു സൈഡ് ഭാഗമല്ല കേട്ടോ ഞാൻ എടുക്കൽ. ഞാനൊരു ഫുൾ പാക്കറ്റ് ബ്രെഡ് വാങ്ങിയിട്ട് സൈഡ് മാറ്റി വെക്കും. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള മാത്രം പൊടിച്ചെടുക്കുന്നതാണിത്. പൊടിച്ചിട്ട് വറുത്ത് വെക്കുന്നതാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഷൂട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അല്ലാത്തത് നമ്മളെ സാധാരണ യൂസിന് ഞാനിത് ഇതിൻ്റെ ബ്രെഡിൻ്റെ സൈഡൊക്കെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഇതേപോലെ ഒന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇത് ഫ്രീസ് ചെയ്യുക കേട്ടോ. ഒരു ട്രേയിൽ വെച്ചിട്ട് ഇത് ഫ്രീസറിലേക്ക് വെക്കുക. എന്നിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഐസായിട്ടുണ്ടാവും. ഐസായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് സിപ്ലോക്കിൻ്റെ കവറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ 2 മാസം വരെ വെക്കാം. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ആക്കിയെടുത്തതില്ല, നമ്മൾ ഫ്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫ്രീസ് ചെയ്തതിന് ശേഷം എടുത്തിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കുക. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഡൗട്ടാണ്, നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ തണുപ്പ് പോക്കിയതിൻ്റെ ശേഷമാണ് നമ്മളിത് പൊരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ഇത് നല്ല എന്ത് സ്നാക്കായാലും. അപ്പോൾ നിങ്ങൾ സ്നാക്സ് നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന സ്നാക്സ് എങ്ങനെയാണ് പൊരിക്കാന്ന് വെച്ചാൽ എടുത്തിട്ട് ഒരുപാട് നേരം പുറത്ത് വെക്കരുത് കേട്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊരിക്കുന്ന സമയത്ത് അത് എണ്ണ കുടിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ എണ്ണയിലൊക്കെ കംപ്ലീറ്റ് അങ്ങ് ഇപ്പോൾ പിന്നെ കൈയൊക്കെ ആണെങ്കിൽ ആ ഒരു പഴം അങ്ങ് അലിഞ്ഞു പോകുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം പുറത്ത് വെക്കരുത്. എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കൊരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച ഇറച്ചിയാണ് ഇതിലുള്ളത്, ചിക്കൻ. അതുകൊണ്ട് തന്നെ ചെറിയ സിമ്മിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഒരു ഭാഗം ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ എടുക്കും ടൈം. എന്നിട്ടാണ് ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് ഞാനൊന്ന് സ്പീഡാക്കി കാണിക്കുന്നതേ ഉള്ളൂ. ചെറിയ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോഴാണ് ഉള്ളിലുള്ള ആ ഒരു ചിക്കനും എല്ലാം നന്നായിട്ട് വെന്ത് വരിക കേട്ടോ. ഇപ്പോൾ 2 ഭാഗവും ഞാൻ നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വെന്താണ്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് വാർത്തതിൻ്റെ ശേഷം എടുക്കുക. തീരെ എണ്ണയൊന്നും കുടിക്കാത്ത സ്നാക്ക് തന്നെയാണ് കേട്ടോ. നല്ല ക്രിസ്പിയാണ്. പിന്നെ അത് പൊരിച്ചിട്ട് ഒരുപാട് നേരം വെച്ചാലും ഈ ഒരു ക്രിസ്പിനെസ് നിൽക്കുകയും ചെയ്യും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. എത്ര സമയം വെച്ചാലും ആ ഒരു ക്രിസ്പിനെസ് തന്നെ നിൽക്കും. റോസ്റ്റഡ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉപയോഗിക്കണേ, എന്നാലാണ് അങ്ങനെ നിൽക്കുള്ളൂ. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ നമുക്ക് ആവശ്യമുള്ളത് ഇന്നത്തേക്കുള്ളത് പൊരിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ഫ്രീസറിൽ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, കാണാനും നല്ല അടിപൊളിയാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ആ ഒരു നഗറ്റ്സ് ഒക്കെ കഴിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇത് കിട്ടുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിലേക്കുള്ള ഫ്ലേവർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഈ ക്രിസ്പിനെസ് കിട്ടില്ല, നല്ല ക്രിസ്പിയാണ്. ഞാൻ മുറിച്ചിട്ടും കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഫ്ലേവർ തന്നെയാണ്. ഇപ്പോൾ ഒറിഗാനോ നമ്മൾ റോസ്മേരി ഒക്കെ ആണ് ഇതിലിട്ടത്. അതൊന്നും കയ്യിലില്ലാത്തവരോ അല്ലെങ്കിൽ അത് ഇഷ്ടമില്ലാത്തവരോ ഉണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഗരം മസാല എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഫ്ലേവറാണോ നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.